ഡാ നീ ഇങ്ങനെ ഫിറ്റായ പിന്നെ കരളും കൂമ്പും ഒന്നും കാണൂല. അത് ശരിയാ ഡാ, നീ അത് വിട്ടേക്ക്. അവളെന്തായാലും കൊണ്ടുപോയി, പോയത് പോട്ടെ. എനിക്കത് വിടാൻ പറ്റില്ലടാ. നഷ്ടപ്പെട്ടത് എൻ്റെ പണം. എൻ്റെ കാശ് കൊണ്ടാണ് അവൾ ഇത്രയും നാളും വിലസിയത്. ഒരു സുപ്രഭാതത്തിൽ നടിയായപ്പോൾ എനിക്ക് പുല്ല് വില. നീ 25 കോടിയുടെ ബിസിനസ് എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? അവൾ അതും കൊണ്ടങ്ങ് പോയി. നീ ഇപ്പം അതിന് പുറകെ പോയി ആവശ്യമില്ലാത്ത പുലിവാലൊന്നും പിടിക്കണ്ട. നിനക്കതൊക്കെ പറയാം. നഷ്ടപ്പെട്ടത് എൻ്റെ പണം. എനിക്ക് മറ്റൊന്നും വേണ്ട. എൻ്റെ നഷ്ടപ്പെട്ട പണം അതെനിക്ക് വേണം. അങ്ങനെ എൻ്റെ പണം കൊണ്ട് മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്നത് കണ്ടിരിക്കാൻ മാത്രം മണ്ടനല്ല ഞാൻ. ഏട്ടാ ചാവി അവിടെ എവിടെ വെക്കാം. വെക്കും? ഡാ ഒരു ചെറുതടിച്ചിട്ട് പോടാ. ഓ വേണ്ട സാറേ. ഒരെണ്ണം അടിച്ചിട്ട് പോയാൽ മതി. ഏട്ടാ ഏട്ടൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. അവളെ ഓർത്ത് ഏട്ടൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഏട്ടന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യണ്ടടാ, ഒന്നും വേണ്ട. അതല്ല ഏട്ടാ, ഏട്ടൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കള്ളും വാങ്ങിച്ചു കുടിച്ചിട്ട് ഏട്ടന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടൂല ഏട്ടാ. പറയേട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്യടാ. സജിയേട്ടാ, ഇന്നെങ്കിലും കുറച്ച് നേരത്തെ വരണേ. ശരി ശരി, ഇനിയിപ്പോൾ ഞാൻ ലേറ്റായാലും നീ കഥ അടച്ച് കിടന്നോ. ഇനിയിപ്പോ എന്നും നോക്കണ്ട. അച്ഛാ, ഇന്നെങ്കിലും നേരത്തെ വരണം, ലേറ്റ് ആവരുത്. ആ അച്ഛന് നേരത്തെ വരാട്ടാ. ரியல் எஸ்டேட்டில் 2 பேரும் சேர்ந்து இவ்வளோ காலம் ஒர்க் பண்ணிட்டு ஹரியேட்ட அவனை ஏமாத்துவான்னு கொஞ்சம் கூட நினைக்கல. അവൻ ആള് ചില്ലറക്കാരനല്ല. നീ കളിക്കുന്നത് ആരോടെന്നുള്ള ബോധം നിനക്ക് വേണം. അറിയാം, പക്ഷെ ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ഈ ബിസിനസ് ഡീലെല്ലാം ഉറപ്പിച്ചത് ഞാനാ. അതിൽ അയാൾക്കൊരു പങ്കുമില്ല. അയാളുടെ കാശ് പോയിട്ടുണ്ടെങ്കിൽ അതിന് അയാൾ തന്നെ കാരണക്കാരൻ. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ഇത്രയും കാലം കൂടെ നിന്നിട്ട് നിന്നിൽ നിന്ന് ഈ ഒരു സംഭവം അയാൾ പ്രതീക്ഷിച്ച് കാണില്ല. ദേ, എന്നെ ഒരുമാതിരി പേടിപ്പിച്ച് എന്റെ ഉറക്കം കളയാൻ നോക്കരുത്. അതല്ല, നീ ഒന്ന് സൂക്ഷിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. உண்மைதான், 1-2 கிடையாது. அவனுக்கு 25 கோடி நஷ்டமா இருக்குது. அதனால நீ ரொம்ப கவனமா இருக்கணும். ഞാനിപ്പോ എന്ത് വേണം എന്നാ നിങ്ങൾ ഈ പറയുന്നേ? നമുക്ക് ഈ കാശ് വേണോ? നമുക്ക് ഈ കാശ് തിരിച്ചു കൊടുത്ത് സമാധാനം ഇരിക്കുന്നതല്ലേ നല്ലത്? നിനക്കുള്ള ബന്ധം ഉപയോഗിച്ച് നിനക്ക് ഇനിയും ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. മാത്രമല്ല, സാം എങ്ങനെ ഇത് അറിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് അറിയാലോ. யோசிச்சு பார்த்தா நியாயமாக தான் இருக்குது. அந்த பணத்தை திருப்பி கொடுத்துருவோம். என்னதான் இருந்தாலும் கீழே இருந்த உன்னை மேலே தூக்கி விட்டது அந்த மனுஷன் தானே. ശരിയാ, കാശ് തിരികെ കൊടുത്ത് നിങ്ങൾ പഴയ മാതിരി നല്ല സുഹൃത്തുക്കളായി തുടരണം. അതാ നല്ലത്. ജോയ്, നീ ഏട്ടനോട് പറഞ്ഞ് കാര്യങ്ങളൊന്ന് ശരിയാക്കണം. എടോ, ഈ അവസ്ഥയിൽ മലേഷ്യ സിംഗപ്പൂർ എന്നൊക്കെ പറഞ്ഞു പോയാൽ അയാൾ തല്ലി ഓടിക്കും.
ഒന്നും രണ്ടും ഒന്നുമല്ല, 25 കോടിയാ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ഹരിയുടെ അവസ്ഥ താനും കണ്ടതല്ലേ. ഈ സമയം സ്പോൺസർ എന്നൊക്കെ പോയാൽ ഒന്നും നടക്കില്ല. ചന്തു ഒരു കാര്യം ചെയ്, ഹരിയുടെ അനിയനുമായിട്ട് ഈ കാര്യം സംസാരിച്ച് നോക്ക്. ചിലപ്പോൾ എന്തെങ്കിലും നടന്നാലോ. സന്ദീപ് ഇപ്പൊ എവിടെ ഉണ്ടാവാനാ സാധ്യത? ഈ സമയം പോയാൽ അയാൾ ഓഫീസിലുണ്ടാവും. താൻ അവിടെ പോയി അയാളൊന്ന് കാണ്. ഞങ്ങൾക്ക് എന്തായാലും ഇന്ന് ഹരിയോട് ഈ വിഷയം പറയാൻ പറ്റില്ല. അവൻ്റെ സിറ്റുവേഷൻ അറിയാവുന്നത് കൊണ്ടാണ് 7 പേരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിയ അവൻ തൃശ്ശൂരിൽ ബിസിനസ് തുടങ്ങിയത്. ആ കടം വീട്ടാനുള്ള ശ്രമം നടക്കുമ്പോഴാണ് 25 കോടിയുമായി അവൾ മുങ്ങിയത്. തൻ്റെ കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ റാഫി പറയുന്ന പോലെ ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹലോ, എടാ നീ എവിടെയാ? ഞാൻ സ്റ്റാൻഡിലേക്ക് വരുന്നു. ഇന്ന് വൈകിട്ട് സീരിയൽ നടി ഇഷ്ടയെ നീ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. ഹരിയുടെ കാർ നിന്റെ ഉണ്ടല്ലോ അല്ലേ? ആ ലൊക്കേഷൻ ഞാൻ വൈകിട്ട് പറയാം. ഓക്കെ? ആ ഓക്കെ ഓക്കെ, ശരി ശരി. ചന്തുവേട്ടൻ വന്ന കാര്യം പറയാം. ഇക്കൊല്ലത്തെ മലേഷ്യൻ ഫെസ്റ്റിന് എൻ്റെ വർക്കുകൾ മുഴുവൻ ഹരി സ്പോൺസർ ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുവേണ്ടി ഞാൻ ഇത്രയും നാൾ കാത്തിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഹരിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. എനിക്കറിയാം, ഈ ഒരു സാഹചര്യത്തിൽ ഏട്ടനോട് എന്ത് പറഞ്ഞാലും ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ മലേഷ്യൻ ഫെസ്റ്റ് നടന്നില്ലെങ്കിൽ എൻ്റെ വലിയൊരു സ്വപ്നമാണ് നഷ്ടമാകുന്നത്. മാത്രമല്ല ഹരി കുറച്ച് പണവും തന്നിരുന്നു. അത് മുഴുവൻ ഞാൻ ഈ ഫെസ്റ്റിന് വേണ്ടി ഇറക്കുകയും ചെയ്തു. ചന്തുവേട്ടൻ പറയുന്നത് ശരിയാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ എത്രത്തോളം പോകുമെന്ന് എനിക്ക് ഒട്ടും പറയാൻ കഴിയില്ല. തൽക്കാലം മറ്റൊരു സ്പോൺസറെ കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത സീസൺ ഉണ്ട്, നോക്കാം. ഷൂട്ട് കഴിഞ്ഞോ മാഡം? ആ കഴിഞ്ഞു. ഇതെന്താ ഈ വഴി പോന്നെ? ആ വഴിക്ക് നല്ല തിരക്കായിരുന്നു. ഈ വഴി പോയി കഴിഞ്ഞാൽ വലിയ തിരക്കുണ്ടാവില്ല. നമുക്ക് സമയത്തിന് പോയി എത്താനും പറ്റും. എന്താ എന്തു പറ്റി? എന്താണെന്നറിയില്ല മേഡം, ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ. മര്യാദക്ക് കിടന്നോ? ഇവിടെ കിടന്ന് ബഹളം വെച്ച കൊന്നുകളയും തന്നെ ഞാൻ. കേട്ടോടി.